അള്ളാഹ് ആദരിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നത്. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് يوم خلق السماوات والأرض منها 4 حرم. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച കണക്കനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹാ 4 ഹുറും. എന്നാൽ ഈ 12 മാസങ്ങളിൽ 4 മാസം അല്ലാഹു യുദ്ധം ഹറാമാക്കിയിരിക്കുകയാണ്. ആ 4 മാസം ഏതാണെന്നറിയുമോ? ദുൽഖഅദ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, മുഹറം മാസമാണ്, പരിശുദ്ധമായ റജബ് മാസമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണ്. ഈ 12 മാസങ്ങളിൽ 4 മാസം അള്ളാഹു യുദ്ധവും മോശമായ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നതിന് വെറുക്കുന്നു. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഈ 4 മാസത്തെ അള്ളാഹു ആദരിച്ച മാസമാണ്. അള്ളാഹ് ആദരിച്ച മാസത്തെ നിങ്ങളും ആദരിക്കുക. അത് നമ്മുടെ മേലെ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ മേലെ മഹാന്മാർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു. മഹാന്മാർ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരായിരുന്നു. അള്ളാഹു ആദരിച്ച ഒരു വസ്തുവിനെ നീ ആദരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗമാണ് നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ മുഹറം മാസം എന്നത് യുദ്ധം ഹറാമാക്കിയ മാസമാണ്. അതുകൊണ്ട് വഴക്കുകള്, പ്രശ്നങ്ങള് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഈ മുഹറം മാസത്തിൽ നിന്നല്ല, അല്ലാതെയും മുഹറം മാസത്തിൽ ഒന്നും കൂടെ നാം കൂടുതലായി ശ്രദ്ധിക്കണം, ജാഗ്രത കാണിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ മാസം നാം എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട് നാം ആദരിക്കണം. ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ വലിയ കൂലിയുണ്ട് പ്രിയപ്പെട്ടവർ.